അസ്സലാമു അലൈക്കും. രണ്ട് ആളുകളെ കാണിക്കുന്ന ഒരു വീഡിയോ ആണത്. ചെറിയ വീഡിയോ ആണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു മതവിശ്വാസി എങ്ങനെ ആയിരിക്കണം, ഒരു മതവിശ്വാസി എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിൻ്റെ രണ്ട് തെളിവുകളാണ്. ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് പുറത്ത് നിന്നുള്ള, വിദേശത്ത് നിന്നുള്ള വീഡിയോ ആണ് എന്ന് തോന്നുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة الله لا يخلف الميعاد. അവിടെ നമ്മുടെ ഇളകിമറിയുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള ആ ഒരു കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ വയോധികനായ ആ മനുഷ്യൻ അവിടെ നമ്മൾ റുക്കൂഇലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു നൃത്തം തന്നെ അല്ലേ, എത്തിദാൽ. അപ്പോൾ ആ ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ട് പോലും അദ്ദേഹം നമസ്കരിക്കുകയാണ്. നിസ്കാരത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അതെത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും പ്രായമായിട്ടും നമ്മളിൽ പലരും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും ഒഴിവാക്കുന്ന അല്ലേ, തഹജ്ജുദ് പോലെയുള്ള അതിൻ്റെ സൈഡിൽ ഒരു വല്യമ്മ ഉറങ്ങുന്നുണ്ട്, ഒരു വയസ്സായ ഒരു സ്ത്രീ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇത് തഹജ്ജുദായിരിക്കാം. എന്തായാലും ആ ഒരു പ്രായത്തിലും അദ്ദേഹം ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, അവിടെ വല്യമ്മ കിടന്നുറങ്ങുകയാണ്, മൂപ്പര് മാത്രം നിസ്കരിക്കുന്നു. പല ആളുകൾക്കും പല രീതിയിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും മറ്റു ഇതിലേക്ക് പോകുന്നില്ല. ഒരാൾ ഇബാദത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം പോകണം എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്കൊരു കാര്യം കാണാണ്ട് കണ്ടോക്കി. നബിദിനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ക്വാരണ്ടിക്കാക്ക മൂപ്പര് അങ്ങനെ കളിക്കുമ്പോൾ ആരോ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഒരു ഇളക്കം, ഒരു കളിയൊക്കെ ഒന്ന് കൂടി. അപ്പോൾ വേറൊരു കാക്ക അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. മുഖത്തൊരു തട്ട് കൊടുത്തു. ബാക്ക് ഭാഗത്തെ ജി വല്ലാണ്ട് ഇളകണ്ട, അത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിടും. പിന്നെ നമ്മളെ ട്രോളാന് ആ മൻസൂർ മണ്ണാർക്കാടിനെ പോലെയൊക്കെ ട്രോളന്മാരായിട്ട് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓലെടുത്തിട്ട് അന്യം ട്രോളും. അതായിരിക്കും മൂപ്പര് ഒന്ന് തട്ടിക്കൊടുത്തത്. ഇത് മതത്തിൻ്റെ പേരിലാണ് നടത്തുന്നത്. നേരത്തെ നമ്മൾ കാണിച്ച ആ വയോധികനായ ആ സഹോദരൻ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇബാദത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മതത്തിൻ്റെ പേരിലുള്ള ഒരു ബിദഅത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ആർക്കും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, എന്നാൽ ചില ആളുകൾ അത് ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കും. നിസ്കാരം ആസ്വദിച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഖതീബ് നിസ്കാരത്തെക്കുറിച്ചും ഇബാദത്തുകളെക്കുറിച്ചുമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് നിസ്കരിക്കുന്നത് ആസ്വദിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത്. അള്ളാഹു നാം ഏവർക്കും ആസ്വദിച്ചുകൊണ്ട് നിസ്കരിക്കുവാൻ, അള്ളാഹുവിന് നിസ്കാരം മാത്രമല്ല അള്ളാഹുവിനുള്ള ഇബാദത്തുകളെല്ലാം അത് ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക്, സഹായം നമുക്കുണ്ടാവട്ടെ. ഇതുപോലെ ആസ്വദിച്ചുകൊണ്ട് ബിദ്അത്ത് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, അത് വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പ്രവാചകനെ അല്ല കുറ്റം പറയുന്നത്. പ്രവാചകനെ കരളിൻ്റെ കരളായിക്കൊണ്ട് നമ്മൾ സ്നേഹിക്കണം. എന്നാൽ ആ പ്രവാചകൻ്റെ പേരിൽ അവഹേളിച്ചുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടായിരുന്നു ചെറിയ വീഡിയോ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇബാദത്തുകൾ സംബന്ധിച്ച് ചെറിയൊരു പ്രഭാഷണം ഇവിടെ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോരുത്തർക്കും അവരുടെ നിസ്കാരത്തിൽ നിന്ന് നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? അവൻ നിസ്കാരത്തിൽ എപ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുവോ ആ സമയം മാത്രമാണ് നിസ്കാരത്തിൽ നമ്മൾ നാളെ ലഭിക്കാനുള്ളത്.
നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് എന്താണോ ഏത് സന്ദർഭത്തിലാണോ അവൻ ചൊല്ലുന്നത് ഓർത്തുകൊണ്ട് നിസ്കരിച്ച് അത് മാത്രമേ അവന് പരലോകത്തുള്ളൂ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിസ്കരിക്കും, അവന്റെ നിസ്കാരത്തിൽ ചില ആളുകൾക്ക് നിസ്കാരത്തിന്റെ പകുതി പ്രതിഫലം നൽകപ്പെടും, മറ്റു ചിലർക്ക് പകുതി നൽകപ്പെടില്ല, 1/3, 4/1, 5/1, അവിടുന്ന് 10/1 വരെ എണ്ണി പറഞ്ഞു എന്നാണ്. 10/1 ഒരാൾക്ക് ചിലപ്പോൾ പകുതി നൽകപ്പെടുക എന്നുള്ള വലിയ കാര്യമാണ്. നിസ്കാരം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ അത് വളരെ പൂർണ്ണത നേടിയെടുത്ത അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അല്ലാതെ സാധിക്കുകയില്ല. നിസ്കാരം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ, നിസ്കാരത്തിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എങ്ങനെ നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഉഅ്ബുദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ, നീ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ നീ അവനെ ഇബാദത്ത് ചെയ്യലാണ് നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണത. എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ചു? അള്ളാഹുവിൻ്റെ മുൻപിൽ നാളെ പരലോകത്ത് നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. ആ അവസ്ഥ ദുനിയാവിൽ തന്നെ ഒരാൾക്ക് ഉണ്ടാകുക എന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന അവസ്ഥയാണ്, നബിമാർക്ക് ലഭിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെക്കുറിച്ച് എന്താ പറഞ്ഞു? അവിടുന്ന് നിസ്കരിക്കാൻ നിന്നാൽ ഒരു ചട്ടി തിളക്കുന്നത് പോലെ, അതിലെ വെള്ളം തിളക്കുന്നത് പോലെ അവിടുത്തെ ഹൃദയം അത് തേങ്ങുന്ന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അവിടുത്തെ നിസ്കാരത്തിൽ ആ തേങ്ങലിൻ്റെ ശബ്ദമുണ്ടാകുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇമാം നിർത്താൻ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? അബൂബക്കർ നിസ്കാരത്തിൽ നിന്നാൽ ഉടനെ കരയും റളിയല്ലാഹു അൻഹു. അത് ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഉന്നതമായ പദവിയാണ്. പക്ഷേ അതും ഒരാൾക്ക് ലഭിച്ചില്ല, അതിന് താഴെ നിസ്കാരം. സഹോദരങ്ങളെ, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നിസ്കാരം അത് ശരിയാവണ്ണം വരുതിയിലാക്കാൻ ഞാൻ 20 വർഷം പ്രയാസപ്പെട്ടിട്ടുണ്ട്. 20 വർഷം നിസ്കാരം എൻ്റെ കയ്യിൽപ്പെടുത്താൻ, അത് എനിക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലാകാൻ ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. നിസ്കാരം അത് ആ സന്ദർഭത്തിൽ ഹൃദയത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വലിയ ജിഹാദാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നിസ്കാരത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ചില ആളുകൾ അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ചിലപ്പോൾ തക്ബീർ ചെല്ലുമ്പോൾ നമ്മളെ തീരുമാനം എന്താ, സലാം വീട്ടുന്നവരെ ഞാൻ ഒരു കാര്യവും വേറെ ചിന്തിക്കൂല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങും. പക്ഷേ ഒരു കാര്യവും ചിന്തിക്കൂല എന്ന് പറഞ്ഞിട്ട് ആ ചിന്തിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ നിസ്കാരം വേറെ വഴിക്കങ്ങ് പോകും അല്ലേ. ശൈത്താൻ അവൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന സമയമാണ്. ചില സമയത്ത് ദുനിയവിയായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വേറെ എന്തെങ്കിലും നിസ്കാരവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം 20 വർഷക്കാലം ഞാൻ നിസ്കാരം അത് എൻ്റെ കയ്യിൽ എത്തിക്കുന്നതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീടുള്ള 20 വർഷക്കാലം ഞാൻ നിസ്കാരം ആസ്വദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിസ്കാരം എൻ്റെ കൺകുളിർമയാക്കി അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യാത്രയിലായിരിക്കും ഒരു ദൂതൻ വേഗതയിൽ കുതിരയോടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ മരിച്ചിരിക്കുന്നു. അദ്ദേഹം തൻ്റെ വാഹനപ്പുറത്ത് ഇറങ്ങി ഒരു സൈഡിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു. തിരിച്ചു വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ നിസ്കാരം കൊണ്ട്, ക്ഷമ കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ നിസ്കരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികൾ പറഞ്ഞു, കാന ഇദാ ഹസബഹു അംറുൻ സല്ലാ. അവിടത്തേക്ക് എന്തെങ്കിലും കാര്യത്തിൽ പ്രയാസം ബാധിച്ചാൽ അവിടുന്ന് പോയി നിസ്കരിക്കുമായിരുന്നു. അവർക്ക് നിസ്കാരം അത് ആസ്വാദനം നൽകുന്ന കാര്യമായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് എങ്ങാനും ഒരു നിസ്കാരം അത് അതിൻ്റെ ആദ്യത്തെ വക്തിൽ നിന്ന് പിന്തിപ്പോയാൽ തന്നെ അവർക്ക് മുസീബത്ത് ബാധിച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിസ്കാരം അങ്ങനെ ആയ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം അതിൻ്റെ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.